Starting the chapter statistical inferences, that is testing of hypothesis. ഒരുപാട് തിയറി ഉണ്ട് പറഞ്ഞാൽ എവിടെ എത്തൂല. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു തരാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തിയറീസിൻ്റെ എക്സ്പ്ലനേഷനും തരാം. ഓക്കെ, ബാക്കി തിയറി പഠിക്കണം. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് തിയറിയുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്ററും. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ സാമ്പിൾ സൈസ് കണ്ടുപിടിക്കണം. എന്താ ഈ സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മൊത്തം കോളേജിലെ സ്റ്റുഡൻസാന്ന് വെച്ചാൽ നമ്മളെ കോളേജിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ? 2500 ഉണ്ടാകും. സോ ദിസ് ഈസ് അവർ കോളേജിലെ മൊത്തം സ്റ്റുഡൻസ്. ഓക്കെ, ഇതിൽ നമ്മൾ BCom അല്ലെങ്കിൽ BBA ഏതെങ്കിലും ഒരു ബാച്ചിനെ പറ്റി മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നതെന്ന് വെച്ചോ. ഓക്കെ, സോ ഇതിനകത്തുനിന്ന് ദിസ് ഈസ് അവർ പോപ്പുലേഷൻ. ഇതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയും. ഈ മൊത്തം പോപ്പുലേഷന് നമ്മൾ സാമ്പിളായിട്ട് എടുക്കുന്നത് BComലെ കുട്ടികളെയാണ്. സോ ഇതാണ് സാമ്പിൾ, ഇതാണ് പോപ്പുലേഷൻ. ക്ലിയർ ആണല്ലോ? എൻ്റെ എക്സാമ്പിളും എടുക്കുക. അപ്പോൾ മൊത്തം ഉള്ളൊരു പോപ്പുലേഷൻ ജനസംഖ്യയല്ലേ ഇവിടെ മൊത്തം സ്റ്റഡി ചെയ്യുന്ന അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സാമ്പിൾ. സോ പോപ്പുലേഷൻ സാമ്പിളിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം മൊത്തം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2500 പോപ്പുലേഷൻ്റെ സൈസ്. BComലെ കുട്ടികൾ ചിലപ്പോൾ 60 ആണെങ്കിൽ നമ്മുടെ സാമ്പിൾ സൈസ് എത്രയാണ്? നമ്മൾ എത്ര പേരെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്? 60 പേരെ പറ്റി. സോ സാമ്പിൾ സൈസ് 60 ആണ്. ഓക്കെ, ഇനി വെറുതെ ഈ ഒരു പ്രോബ്ലം നോക്കുവാണെങ്കിൽ ഇവിടെ 100 ടയേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ ഓഫ് 100 ടയേഴ്സ്. അപ്പോൾ ഇവിടെ സാമ്പിൾ സൈസ് എത്രയാണ്? 100. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കണ്ട ഇവിടെ 26 ഇലക്ട്രിക് ബൾബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ സൈസ് എത്രയാണ്? 26. ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? സാമ്പിളിൻ്റെ സൈസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാമ്പിൾ സൈസ് നോക്കുക. ഫസ്റ്റ് സാമ്പിൾ സൈസ് 30 വരെ ആണെങ്കിൽ അല്ലെങ്കിൽ സാമ്പിൾ സൈസ് എക്സീഡ് 30. അപ്പം 30 വരെ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, കുറേ തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആയിരിക്കും. ഇനി എക്സീഡ് 30 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഹൈപ്പോത്തിസിസ്, നമ്മളൊരു റിസർച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഒരു 1080 എസംഷനായിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു എസംഷനായിട്ട് വെക്കുന്നതിനാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ടെസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, അതിൽ സ്മോൾ സാമ്പിൾ ടെസ്റ്റും ഉണ്ട്, ലാർജ് സാമ്പിൾ ടെസ്റ്റും ഉണ്ട്. പാരാമെട്രിക്, നോൺ പാരാമെട്രിക് അങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷനൊക്കെ പോകുന്നത്. ബട്ട് ഇവിടെ ഈ ഒരു രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് മാത്രം. ഇപ്പോൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റും ഉണ്ട്, ലാർജ് സാമ്പിൾ ടെസ്റ്റും ഉണ്ട്. സാമ്പിൾ സൈസ് എക്സീഡ് 30 ആണെങ്കിൽ നിങ്ങൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം? ലാർജ് സാമ്പിൾ ടെസ്റ്റ്. നിങ്ങൾ പഠിക്കുന്ന ലാർജ് സാമ്പിൾ ടെസ്റ്റ് Z ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി അപ് ടു 30 വരെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണം സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. നിങ്ങൾ പഠിക്കുന്ന സ്മോൾ സാമ്പിൾ ടെസ്റ്റ് T ടെസ്റ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ചില കേസുകളിൽ സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിലും നമ്മൾ Z ടെസ്റ്റ് യൂസ് ചെയ്യും. അതേതാ കേസ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. സ്മോൾ സാമ്പിൾ ടെസ്റ്റ് T ടെസ്റ്റ് ആണ്. ബട്ട് ചില കേസുകളിൽ സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും? Z ടെസ്റ്റ് യൂസ് ചെയ്യും. അതെപ്പോഴാന്ന് വെച്ചാൽ നമ്മളിപ്പം പോപ്പുലേഷൻ ഇവിടെയുണ്ട്, സാമ്പിൾ ഇവിടെയുണ്ട് അല്ലേ. ഈ പോപ്പുലേഷന് മീൻ തരും, പോപ്പുലേഷൻ്റെ മീൻ അതായത് ഈ മൊത്തം കോളേജിൻ്റെ മീൻ തരും, മൊത്തം കോളേജിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തരും. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ സാമ്പിളിൻ്റെ മീൻ അറിയാൻ പറ്റും, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അറിയാൻ പറ്റും. ഓക്കെ, സോ പോപ്പുലേഷൻ്റെ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിലുണ്ടാവും, സാമ്പിളിൻ്റെ ഡീറ്റെയിൽസും ക്വസ്റ്റ്യനിലുണ്ടാവും. പോപ്പുലേഷൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിലുണ്ടാവും? പോപ്പുലേഷൻ്റെ മീന്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പോപ്പുലേഷൻ്റെ മീനിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ദെൻ നമ്മുടെ മീനും സ്റ്റാൻഡേർഡ്, ഇത് സാമ്പിളിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ക്വസ്റ്റ്യനിലുണ്ടാവും. നമ്മൾ പറയുന്നത് എപ്പോഴാണ് സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിലും Z ടെസ്റ്റ് യൂസ് ചെയ്യുക.
പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തരുകയാണെങ്കിൽ സാമ്പിൾ സൈസ് സ്മോൾ ആയിക്കോട്ടെ ലാർജ് ആയിക്കോട്ടെ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം? സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ലാർജ് സാമ്പിൾ ആണെങ്കിൽ സെഡ് ടെസ്റ്റ് ഒരു സംശയവും വേണ്ട. ഓക്കെ, സ്മോൾ സാമ്പിൾ ആണെങ്കിൽ അവിടെ നമ്മൾ ചെക്ക് ചെയ്യണം എന്ത്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടോ? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവിടെയും എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യണം? സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, പറയുന്ന ഓരോ പോയിന്റും വേണ്ട പോയിന്റാണ് പറയുന്നത്. കുറേ ഉണ്ട്, ഞാൻ അതൊന്നും പറയാണ്ട് പറയുന്ന സംഭവങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ വെട്ടിച്ചുരുക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാം ഓർമ്മ വേണം. ഓക്കെ, അപ്പം നമ്മൾ നേരിട്ട് സെഡ് ടെസ്റ്റിലോട്ട് പോവുകയാണ്. എല്ലാം കഴിയുമ്പോഴേക്ക് ഒരു ഐഡിയ കിട്ടിക്കോളും. അപ്പോൾ സെഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ സെഡ് ടെസ്റ്റാണെന്ന് മനസ്സിലായ. ഇതിപ്പോൾ ഞാനിത് വായിച്ചു നോക്കുവാണ്. ഇറ്റ് ഈസ് ക്ലെയിംഡ് ദാറ്റ് a random sample of 100 tire with a mean life of this one. അപ്പോൾ സാമ്പിളിൻ്റെ സൈസ് 100, സാമ്പിളിൻ്റെ മീൻ ഇത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വായിച്ചപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടി. ഒന്ന് സാമ്പിൾ സൈസ് 100 കിട്ടി, പിന്നെയോ മീൻ ലൈഫ് ഓഫ് സാമ്പിളിൻ്റെ മീൻ, അതായത് സാമ്പിളിൻ്റെ മീൻ ഇതാണെന്നും കിട്ടി. അടുത്തത് ഈസ് ഡ്രോൺ ഫ്രം എ പോപ്പുലേഷൻ ഓഫ് ടയർ. സോ പോപ്പുലേഷൻ്റെ കാര്യമാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. വിച്ച് ഹാസ് മീൻ ലൈഫ് ഓഫ്. സോ പോപ്പുലേഷൻ്റെ മീനും തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ സാമ്പിൾ സൈസ് 100, പോപ്പുലേഷൻ അല്ല സാമ്പിളിൻ്റെ മീന് 15, 269. പോപ്പുലേഷൻ്റെ മീന് നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യുക? പോപ്പുലേഷൻ്റെ മീന് 15, 200, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12, 48. ഇത്രയും സംഭവങ്ങൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തു, സാമ്പിൾ സൈസ് ബിഗ് ആണ്, മോർ ദാൻ 30 ആണ്. സോ ഇത് സെഡ് ടെസ്റ്റ് ആണ് വരിക. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുമുണ്ട്. സോ സെഡ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. സോ സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സെഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്. അതിനു മുമ്പേ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്ക്. ഇറ്റ് ഈസ് ക്ലെയിംഡ് ദാറ്റ്, ഒരാൾ ക്ലെയിം ചെയ്യുന്നു 100 ടയറിൻ്റെ റാൻഡം സാമ്പിൾ എടുത്തിരിക്കുന്നത് ഈസ് ഡ്രോൺ ഫ്രം, ഇങ്ങനെ പറയുന്ന ഈ പോപ്പുലേഷൻ മീനും സ്റ്റാൻഡേർഡ് പോപ്പുലേഷൻ മീൻ ഇതും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതും ഉള്ള ഒരു പോപ്പുലേഷനാണ് ഈ 100 റാൻഡം സാമ്പിളിൻ്റെ മീൻ ഇതുള്ള 100 ടയറിൻ്റെ സാമ്പിൾ എടുത്തിരിക്കുന്നത്. ഇത് ശരിയാണോ? ഇതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് മൊത്തം ടയേഴ്സ് എന്ന് വെച്ചോ. ഓക്കെ, അതായത് ഈ സാധനം ഉള്ളത്, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്. ഓക്കെ, ഇതിൽ നിന്നാണ് നിങ്ങൾ സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ആ 100 ടയർ ഉണ്ടല്ലോ, ഈ സാധനം ഇത് എടുത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ക്ലെയിം ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്നത് ഇത് പറഞ്ഞത് ശരിയാണോ, നിങ്ങൾ അതിൻ്റെ വാലിഡിറ്റി ടെസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സോ ആ സമയത്താണ് നമ്മൾ സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മളൊരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. അതായത് ഹൈപ്പോത്തിസിസ് എന്താ സെറ്റ് ചെയ്യും? ഇത് രണ്ടും ഇത് തന്നെയാണ്, ഇതിൽ തന്നെയാണ് ഈ പോപ്പുലേഷൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹൈപ്പോത്തിസിസ് അവിടെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കും ആ ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ. അപ്പോൾ സെഡ് ടെസ്റ്റിന് എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാന്നൊക്കെ നോക്കാം. സെഡ് ടെസ്റ്റ് കയ്യിൽ കിട്ടിയ ആദ്യത്തെ സ്റ്റെപ്പ് നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുക. സി, ഒറിജിനൽ ഹൈപ്പോത്തിസിസ് ഫോർ ദ പർപ്പസ് ഓഫ് പോസിബിൾ ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഈ നൾ ഹൈപ്പോത്തിസിസ്. സെഡ് ടെസ്റ്റിൻ്റെ നൾ ഹൈപ്പോത്തിസിസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. ഓക്കെ, അതായത് ഇത് രണ്ടും ഇതിൽ നിന്ന് എടുത്തതെന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ബട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സെഡ് ടെസ്റ്റ് കിട്ടിയ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. ഇതാണ് നൾ ഹൈപ്പോത്തിസിസ്. ഓർമ്മയുണ്ടാവുമല്ലോ. അങ്ങനെ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്താൽ അടുത്തത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്യണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്യണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് ബാർ എന്താ? സാമ്പിളിൻ്റെ മീൻ മൈനസ് ഇതെന്താ? പോപ്പുലേഷൻ്റെ മീൻ. ഇതെന്താ? പോപ്പുലേഷൻ്റെ മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ ഇതും ക്വസ്റ്റ്യനിലുണ്ട്, ഇതും ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ.
ഇതാണിത്, ഇതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമുണ്ട് ഇതുമുണ്ട്, ബട്ട് കിട്ടാത്തത് സ്റ്റാൻഡേർഡ് എററാണ്. സ്റ്റാൻഡേർഡ് എറർ ഇത് സ്റ്റാൻഡേർഡ് എററാണ്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ നമ്മളെ കയ്യിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതും ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇക്വേഷൻസ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 3 ഇക്വേഷൻസ് കാണാം. ഇതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഇതെന്താ? പോപ്പുലേഷൻ്റെ മീൻ അല്ലേ? ഇങ്ങനെ എഴുതിയാൽ എന്താ വായിക്കുക? പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n എന്നറിയാലോ നമ്പേഴ്സ്. ഇവിടെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആണെങ്കിൽ സാമ്പിൾ സൈസ് എന്തും ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ ലാർജ് ആയിക്കോട്ടെ, ഈ ഒരു ഐറ്റം തരുവാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് എറർ കാണണം. നമ്മുടെ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസ് എന്തും ആയിക്കോട്ടെ, ലാർജ് ആയിക്കോട്ടെ സ്മോൾ ആയിക്കോട്ടെ, ബട്ട് ഈ ഒരു സാധനം തരുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കാണാൻ ഇക്വേഷൻ ഏത് ഉപയോഗിക്കണം? n ഡിവൈഡഡ് ബൈ √n എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? സോ നമ്മളിവിടെ ഇത് യൂസ് ചെയ്യും. ഇനി ഇത് തന്നിട്ടില്ല, അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതെന്താ സാധനം? പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കും. ഓക്കെ. ഇനി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല, സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ഓക്കെ. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതിലൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും അല്ലേ? ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 0.55 ആണെന്ന് വിചാരിച്ചോ, ജസ്റ്റ് അവിടെ വെച്ചു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് നോക്കണം. സെഡ് ടെസ്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റ് ആയിരിക്കും. എന്താണെന്നൊക്കെ ഞാൻ പറയും. ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് ചെക്ക് ചെയ്യണം, അത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ. അടുത്തത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ചെക്ക് ചെയ്യണം. ഇത് ശരിക്കും ക്വസ്റ്റ്യനിൽ തരും. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഇതാന്ന് അസ്യൂം ചെയ്യണം. 0.05. ഓക്കെ. 0.05 എന്ന് പറഞ്ഞാൽ 5% ആണ് അസ്യൂം ചെയ്യണം, ഒന്നും പറയുന്നില്ലെങ്കിൽ. ഇനി എന്താ പറയുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് വരുത്തും. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഒരു ടേബിൾ ഉണ്ട്, ഒരു കുഞ്ഞു ടേബിൾ. ആ ടേബിളിനകത്ത് പോയിട്ട് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും വെച്ചിട്ട് നമുക്കൊരു ടേബിൾ വാല്യൂ കിട്ടും. ഓക്കെ. ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ആ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ. ഓക്കെ. ഇത് നിങ്ങൾ നോക്കണ്ട, 2 ടൈൽ. നമ്മളിപ്പോൾ പഠിക്കുന്നത് 2 ടൈൽഡ് ടെസ്റ്റാണ്. സോ അത് പറയാം. സോ നമ്മൾ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു പാർട്ട് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇവിടെ നോക്ക്, ഇപ്പോൾ സെഡ് ടെസ്റ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് ഇവിടെ കൊടുക്കാഞ്ഞത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%-ന് നേരെയുള്ള എമൗണ്ട് എത്രയാണ്? 1.96. സോ ഇത് നമ്മൾ എടുത്തിട്ട് ഇവിടെ കണ്ടുപിടിക്കും. 1.96. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി ഒന്നുകൂടെ പറയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. രണ്ടാമത്തത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ഇക്വേഷൻസ് ഉണ്ട്. സാമ്പിൾ മീൻ മൈനസ് പോപ്പുലേഷൻ മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ടെസ്റ്റിന് ഇൻഫിനിറ്റ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ 5% തരും, അല്ലെങ്കിൽ 1% തരും. ഒന്നും തന്നിട്ടില്ലെങ്കിൽ 5% ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു ടേബിളിൽ പോകുന്നു. ആ ടേബിൾ നോക്കിയിട്ട് ഈ 1.96 5%-ന് നേരെ വരുന്ന 1.96 നമ്മളിവിടെ എഴുതുന്നു. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യണം. ഇതിനെ നമ്മൾ ടേബിൾ വാല്യൂ എന്നും ഇതിനെ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കും. സോ ടേബിൾ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യണം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട്. ഓക്കെ. ഏതുമായിട്ട്? ഇതുമായിട്ട്. ഇപ്പോൾ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഹൈപ്പോത്തസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി ഈ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മോർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇത് റിജക്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് 0.55ഉം ഇത് 1.96 ആണ്. അപ്പോൾ ഇത് കുറവാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും?
ആക്സെപ്റ്റ് ചെയ്യും ഏത് ഹൈപ്പോത്തസിസ്, ഇത് ഹൈപ്പോത്തസിസ്. അപ്പം നമ്മൾ എന്താ കൺക്ലൂഷനിലെത്തുക? അതെ, ഈ 100 ഡയർ എടുത്തിരിക്കുന്നത് ഈ പോപ്പുലേഷന് തന്നെയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇതാണ് നമ്മളെ കണക്ക് ചെയ്യുന്ന വേ. ഇനി ഈ കണക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ പ്രോബ്ലം. It is claimed that a random sample of 100 tires with a mean life of this one is drawn from a population of tire. Okay, test validity. So set test ആണ് മനസ്സിലായി. സോ നിങ്ങൾ എഴുതുക, ഹിയർ ദ സാമ്പിൾ സൈസ് ഈസ് ലാർജ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ. സെറ്റ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് എഴുതണം ഒന്നാമത്. ഓക്കെ, സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. നൾ ഹൈപ്പോത്തസിസ് H0 എന്നാണ് ഡിഫൈൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ H0 ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതണം, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അത് നിങ്ങളിവിടെ എഴുതണം. ഓക്കെ, ഇവിടെ എഴുതണേ. അടുത്തത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എഴുതാം, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഈക്വൽ ടു സാമ്പിൾ മീൻ മൈനസ് പോപ്പുലേഷൻ മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇനി സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിൽ നമുക്ക് ഈ സാധനം നോൺ ആണ്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പം പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1248 തന്നെ, 1248 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 100 അല്ലേ ഇവിടെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 124.8 കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഇത് ഇക്വേഷനിലോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ തന്നെ ചെയ്യുവാണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 15,269 മൈനസ് പോപ്പുലേഷൻ്റെ മീൻ 15,200 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ഇപ്പോൾ കണ്ടത്. ഓക്കെ, അത് ഇത് മൈനസ് ചെയ്യുക, എന്നിട്ട് രണ്ടും ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും 0.05, സോറി 0.50 അല്ലേ, നോക്കട്ടെ, 0.55 കിട്ടും കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.55. ഇതാണ് എന്ത്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ, ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കണം. അപ്പോൾ ഇവിടെ എഴുതുക, ഫോർ സെറ്റ് ടെസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഇൻഫിനിറ്റ്. അടുത്തത് എന്താ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഒന്നും ഇവിടെ പറയാത്ത കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സ്റ്റേറ്റഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എന്തെടുക്കുന്നു, 5%, 5 ദാറ്റ് ഈസ് 0.05. അടുത്ത സ്റ്റെപ്പ് എന്താ, കാൽക്കുലേഷൻ ഓഫ് ടേബിൾ വാല്യൂ. അപ്പോൾ ടേബിൾ വാല്യൂ ഓഫ് സെഡ് എറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. സോ ആ ടേബിൾ എടുത്ത് ആ ടേബിളിൽ ടു ടൈൽഡാണ് നോക്കേണ്ടത്, പറയാം 1 ടൈൽഡും 2 ടൈൽഡും എന്താ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കണമെന്ന് മനസ്സിലാക്കുക. 1.96 കിട്ടി. സോ ഇവിടെ ഞാൻ 1.96 എന്ന് എഴുതി. നൗ ഞാൻ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ, ടേബിൾ വാല്യൂയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്തത് എഴുതും, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ. സോ ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ്. ഇതാണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്ലെയിം, ഇവിടെ ക്ലെയിം വാലിഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ദ ക്ലെയിം ഈസ് വാലിഡ് എന്നും കൂടെ എഴുതാം. യെസ് ദ ക്ലെയിം ഈസ് വാലിഡ്. സോ ഇവിടെ കാണാം. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ, ദ മീൻ ലൈഫ് ഓഫ് 100 ഫ്ലൂറസെൻറ്റ് ലൈറ്റ് ട്യൂബ്സ്. അപ്പോൾ ഇവിടെയും 100 പറഞ്ഞിരിക്കുന്നത്. സോ സാമ്പിൾ ലാർജ് ആണ്, സെറ്റ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. മീൻ ലൈഫ് ഓഫ് 100 ഫ്ലൂറസെൻറ്റ് ട്യൂബ്സ് പ്രൊഡ്യൂസ് ബൈ എ കമ്പനീസ്. അപ്പോൾ മീനും തന്നിട്ടുണ്ട്. മീൻ ലൈഫ് തന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ സൈസും കിട്ടി, സാമ്പിൾ മീനും കിട്ടി, വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദിസ് വൺ. അപ്പം സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇവിടെ തന്നിട്ടുണ്ട്. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. The company claimed that the average life of the tube produced by the company. അപ്പോൾ കമ്പനി മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മീൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, യൂസിങ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ഈസ് ദ ക്ലെയിം ആക്സെപ്റ്റബിൾ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് ഞാനിവിടെ എഴുതി തരാം. ചെറിയൊരു മാറ്റമേ ഉള്ളൂ. സാമ്പിൾ സൈസ് 100 ആണ്. പോപ്പുലേഷൻ്റെ സാമ്പിളിൻ്റെ മീൻ ഇങ്ങനെയാണ് എഴുതുക. സാമ്പിളിൻ്റെ മീൻ 1570 ആണ്. കമ്പനി മൊത്തത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂബ്, അതായത് അതാണ് നമ്മുടെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ്റെ ആവറേജ് എവിടെ തന്നത്, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ഏതിൻ്റെ, 100 ലൈറ്റ്സിൻ്റെ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എന്താ തന്നിരിക്കുന്നത്, സാമ്പിളിലാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ വേണം എഴുതാൻ, SD. ഓക്കെ, SD തന്നിട്ടുണ്ട് എന്താ, 120.
ഓക്കെ. ഇനി പോപ്പുലേഷൻ്റെ ഡീറ്റെയിൽസിൽ നമുക്ക് ജസ്റ്റ് തന്നിരിക്കുന്നത് പോപ്പുലേഷൻ്റെ മീന് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ എഴുതണം. പോപ്പുലേഷൻ്റെ മീന് തന്നിരിക്കുന്നത്, ആവറേജ് തന്നിരിക്കുന്നത് 1600. ഇവിടെ ഈ ഒരു ഐറ്റം പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും സംഭവങ്ങൾ തന്നിട്ടുണ്ട്. സോ ഒരു കണക്കും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്ത് കാണിക്കും. സോ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണമെന്ന് ഇവിടെ എഴുതണം. സിൻസ് the sample size is more than 30 LL large, so use a set test. Set testലെ ഫസ്റ്റ് സ്റ്റെപ്പ് null hypothesis സെറ്റ് ചെയ്യുക. എന്താ എഴുതുക? There is no significant difference between sample mean and population mean എന്ന് സെറ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്താ? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സാമ്പിൾ മീൻ മൈനസ് പോപ്പുലേഷൻ മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എററിന് 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഇത് ഇസ് നോട്ട് ഗിവൺ. ഇനി നോക്കേണ്ടത് ഇതില്ലാന്ന് മനസ്സിലായാൽ പിന്നെ ചെക്ക് ചെയ്യണം സാമ്പിൾ സൈസ് സ്മോൾ ആണോ ലാർജ് ആണോ. സാമ്പിൾ സൈസ് ലാർജ് ആണ്. സോ സാമ്പിൾ സൈസ് ലാർജ് ആണെങ്കിലും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുമില്ല. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുമില്ല, സാമ്പിൾ സൈസ് ലാർജ് ആണ്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? എസ് ഡിവൈഡഡ് ബൈ √n എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ എസ് ഡി ആണ്. ദിസ് വൺ, അതായത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഇവിടെ എസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 120 ഡിവൈഡഡ് ബൈ √100 കിട്ടും. ദാറ്റ് ഈസ് 12 കിട്ടും. ഇനി ഈ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1570 മൈനസ് 1600 അല്ലേ? 1570 മൈനസ് 1600 ഡിവൈഡഡ് ബൈ 12. സോ യുവർ ആൻസർ ഇസ് -0.25. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം. അതെന്താണ്? ഇൻഫിനിറ്റ് ആണെന്ന് എഴുതുക. അടുത്തത് എന്താ വേണ്ട? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.05, ദാറ്റ് ഈസ് 5%. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 1.96 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സും കിട്ടി, ടേബിൾ വാല്യൂയും കിട്ടി. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ശരിക്കും നോക്കിയാട്ടെ, ഇവിടെ ഏതാ ലെസ്? -2.5 ആണ് കുറവ് അല്ലേ? നെഗറ്റീവ് അല്ലേ കുറവ്? പക്ഷേങ്കിൽ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സൈന് നമ്മൾ ഇഗ്നോർ ചെയ്യുക. നമ്മൾ സൈന് നോക്കണ്ട. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് 2.5ഉം 1.96ഉം. അപ്പോൾ ഏതാ വലുത്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വലുത്. സംഭവം ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ ഈ മൈനസ് എന്നുള്ളതിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, നമ്മളത് ശ്രദ്ധിക്കുകയേ വേണ്ട. ഓക്കെ, ഏത് തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്? 2.5ഉം 1.96ഉം തമ്മിൽ. അപ്പോൾ ഏതാ ബിഗർ? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് 2.5 ആണ് ബിഗർ. സോ നമ്മൾ എന്ത് പറയുന്നു? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വലുതാണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മോർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും ഹൈപ്പോത്തസിസ്. സോ കമ്പനീൻ്റെ ക്ലെയിം ശരിയല്ല, ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ, വി റിജക്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ്. ക്ലിയർ ആണ്? ഇവിടെ മൈനസ് സൈന് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. വാട്ട് ഇസ് നൾ ഹൈപ്പോത്തസിസ്? ഫസ്റ്റ് സ്റ്റെപ്പ് നൾ ഹൈപ്പോത്തസിസ് ആണ്. നൾ ഹൈപ്പോത്തസിസ് എന്താന്ന് പറയാം? നമ്മൾ ഒരു എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു റിസൾട്ട് വെക്കും. ഇത് ശരിയായിരിക്കും, ഇതാണ് ഇതിൻ്റെ ശരിയായ ആൻസർ, നമ്മൾ ഇത് തന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളൊരു ഹൈപ്പോത്തസിസ്, ഒരു അസംഷൻ സെറ്റ് ചെയ്യും. അങ്ങനെ അസംഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യുന്ന അസംഷനെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഒറിജിനൽ ഹൈപ്പോത്തസിസ് ആണ്. ഇനി വേറൊരു ഹൈപ്പോത്തസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് ആക്സെപ്റ്റ് ചെയ്യും? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. H0 ആൻഡ് H1 ആണ്. H0 ആണ് നൾ ഹൈപ്പോത്തസിസ്. അടുത്ത് നമ്മൾ പഠിച്ചത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മൾ ഒരു ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന ഡിസിഷൻ എടുക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു നമ്പർ കമ്പ്യൂട്ട് ചെയ്തതാണ് ഫ്രം ദ സാമ്പിളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു നമ്പർ കമ്പ്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടി? ഈ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് അറിയാൻ വേണ്ടി. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് പറയുന്ന പേരാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ക്ലിയർ? ഓക്കെ, അടുത്തത് നമ്മൾ പഠിച്ചത് ഡിഗ്രി ഓഫ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് ഞാൻ അവിടെ എഴുതിയില്ലേ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയുള്ളൂ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു 5% ലെവൽ, അതായത് നമ്മൾ 100 പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ 5% എന്ത് ചെയ്യും? 5 പ്രാവശ്യം ഇതെന്താവും? നമ്മളിപ്പം നൾ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ 95 പ്രാവശ്യം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. ബട്ട് 5 പ്രാവശ്യം
നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെങ്കിലും നമുക്ക് റിജക്റ്റ് ചെയ്യാൻ, അതായത് റോങ് ആയി റിജക്റ്റ് ആയി പോകും. ഇവൺ ദോ ദ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ബട്ട് നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെങ്കിലും നമ്മൾ റിജക്റ്റ് ചെയ്യും 5 times. സോ 100 എണ്ണത്തിൽ 5 പ്രാവശ്യം നമ്മൾ എറർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് പറയുന്നത്. ഇത് ശരിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അത് റിജക്റ്റ് ചെയ്തു. എത്ര ടൈം? 100 എണ്ണം ചെയ്യുമ്പോൾ അതിൽ 5 പ്രാവശ്യമെങ്കിലും തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഇതാ ഈ ഒരു സൈനാണ്. ആൽഫ എന്നല്ല വിളിക്കുക, എനിക്ക് മറന്നുപോയി ഇതിനൊക്കെ എന്താ വിളിക്കുക. മറ്റേത് മ്യൂ എന്നാന്ന് തോന്നിയത്, ബട്ട് ഐ ഫോർഗോട്ട്. ഓക്കെ, അടുത്തത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്റ്റെയിൻ ബൈ സബ്സ്ട്രാക്ടിങ് ദ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഫ്രം ദ ടോട്ടൽ ഒബ്സർവേഷൻ. ഓക്കെ, ടോട്ടൽ ഒബ്സർവേഷന് കൺസ്ട്രെയിൻസ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. വലിയ ഇമ്പോർട്ടൻസ് ഞാനിപ്പോൾ അതിനൊന്നും കൊടുക്കുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി 2-tailed ടെസ്റ്റും 1-tailed ടെസ്റ്റുമാണ്. അത് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്ന സമയം 1-tailed ടെസ്റ്റിൻ്റെ പ്രോബ്ലം വരുമ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. നെക്സ്റ്റ്, ഫ്രം ദ ഫോളോയിങ് ഡാറ്റ, മൂന്നാമത്തെ പ്രോബ്ലം, ഒബ്റ്റെയിൻ എ സാമ്പിൾ ഓഫ് 1000 persons കാൽക്കുലേറ്റ്. അപ്പോൾ സാമ്പിൾ സൈസ് ഇവിടെ 1000 ആണ്. സോ സെറ്റ് ടെസ്റ്റ് ആണ്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ. ഓക്കെ, ഇവിടെ നമുക്ക് നേരിട്ട് തരുന്നതിന് പകരം ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിച്ചതുപോലെ എക്സ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മിഡ് വാല്യൂ ആദ്യം കാണാം. സോ എക്സിന് മിഡ് വാല്യൂ കാണാം. അപ്പോൾ ഇതിൻ്റെ 5. അപ്പോൾ ആ ഒരു കോളം ഫസ്റ്റ് ഫില്ല് ചെയ്യുക. ക്വസ്റ്റ്യൻ അവിടെ എഴുതുക, ഇവിടെ എഴുതുക. നെക്സ്റ്റോ നമ്മൾ ഇതിൻ്റെ മീന് കണ്ടുപിടിക്കുക. ഇവിടെ മീന് തന്നിനോ? ഇല്ല. ഇവിടെ സാമ്പിളിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്, സാമ്പിളിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതിൽ നിന്ന് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സ്റ്റാൻഡേർഡ് എററും നമ്മൾ ഇത് വെച്ച് കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്, ബട്ട് ഇവിടെ നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. വേറെ ഒരു വ്യത്യാസവും ഇവിടെ ഇല്ല. സോ ഈ ഒരു ഇവിടം വരെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മീന് കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് എറർ ഇവിടെ തന്നിട്ടില്ല. ഇവിടെ ആവറേജ് ഓഫ് പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. സോ ഇവിടെ തന്നിരിക്കുന്നത് മ്യൂ ആണ്. ദിസ് വൺ തന്നിട്ടുണ്ട്, ഇത് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, സോ ഇത് തന്നിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഇത് വൈ, ബിക്കോസ് ദ സാമ്പിൾ ഇസ് ലാർജ്. സാമ്പിൾ ലാർജ് ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. സോ ഈ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം. ഈ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ സാമ്പിളിൻ്റെ മീൻ അറിയണം. ഈ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ അറിയണം. സോ ഈ 3 അറിയണം. ഈ 3 ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഈ 3 കണ്ടുപിടിക്കേണ്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ. സോ ഇത് വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇത് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. സോ കിട്ടിയത് ഇതൊന്ന് 2 3. സോ എക്സ് ബാർ 41 കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾ 19.34 ആൻഡ് സ്റ്റാൻഡേർഡ് എറർ 0.61. ഇനിയോ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ മ്യൂ പോപ്പുലേഷൻ്റെ മീന് നമുക്ക് ക്വസ്റ്റ്യനിൽ 42 തന്നിട്ടുമുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലോട്ട് നേരിട്ട് പ്ലേസ് ചെയ്താൽ മതി. സോ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെറ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അങ്ങനെ എഴുതിക്കോ, ഇതിനേക്കാളും നല്ലത് അതാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തത് ടെസ്റ്റ് സ്റ്റാറ്റിറ്റിക്സ് കണ്ടുപിടിക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിറ്റിക്സ് കണ്ടുപിടിക്കേണ്ട എല്ലാ ഐറ്റവും നമ്മളിവിടെ കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിറ്റിക്സ് കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.64 ആണ്. ഓക്കെ, നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യണ്ട. അടുത്തത് ഇതിനെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്നും പറയും കേട്ടോ. ഇത് പിന്നെ ടേബിൾ വാല്യൂ ഇവിടെ തന്നിട്ടില്ല. ഒന്നും 5% ആണോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ 5% നമ്മൾ എടുക്കുന്നത്, ദാറ്റ് ഈസ് 1.96. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു. 1.64 കമ്പയർ ചെയ്യുക ഇതിനെടുത്ത്. അപ്പം കാൽക്കുലേറ്റഡ് വാല്യൂ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ആവറേജ് ലൈഫ് ഓഫ് 26 ഇലക്ട്രിക് ബൾബ്. സോ ഇവിടെ സാമ്പിൾ സൈസ് സ്മോൾ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിലും ഈ ഒരു ഐറ്റം തരുവാണെങ്കിൽ, ഇതെന്താ സാധനം? പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരുവാണെങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കണം? സെറ്റ് ടെസ്റ്റ്. നമുക്ക് നോക്കാം. ആവറേജ് ലൈഫ് ഓഫ് 26 ഇലക്ട്രിക് ബൾബ്. സോ എക്സ് ബാർ തന്നിട്ടുണ്ട്, സാമ്പിളിൻ്റെ മീന് വിത്ത്. അപ്പോൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ എസ് ഡിയും തന്നിട്ടുണ്ട്. എസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എസ് ടി എന്ന് എഴുതിയാലും.
Test whether these pulp could be considered as random sample from a normal population with, so population the mean തന്നിട്ടുണ്ട്, that is this one is also given. So നമുക്ക് ഏത് തന്നിട്ടില്ല, ഇത് തന്നിട്ടില്ല, സാമ്പിൾ സൈസ് സ്മോൾ ആണ്. സോ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം? ടി ടെസ്റ്റ്. അങ്ങനെ നമുക്ക് ടി ടെസ്റ്റിനെ പറ്റി പറയാം. ഈ ടി ടെസ്റ്റിൻ്റെ സ്റ്റെപ്പ്, ടി ടെസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. സെയിം നൾ ഹൈപ്പോത്തിസിസ് തന്നെ നിങ്ങൾ ഇവിടെയും സെറ്റ് ചെയ്യണം. 2, ടെസ്റ്റ് സ്റ്റാറ്റിറ്റിക്സ് കണ്ടുപിടിക്കണം. ടെസ്റ്റ് സ്റ്റാറ്റിറ്റിക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷന് യാതൊരു മാറ്റവും ഇല്ല, ഈ ഒരു ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കണം. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഇസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ടെസ്റ്റിന് ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റ് അല്ല, ഇവിടെ n-1 ആണ്. സോ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ n 26 അല്ലേ തന്നത്. സോ 26 - 1, സോ 25 ആയിരിക്കും ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്തത് തേർഡ് വൺ, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഒന്നിക്കൽ ഇവിടെ തരും എത്രയാണെന്ന് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യും ക്വസ്റ്റ്യനിൽ. അടുത്തത് ഫോർത്ത് വൺ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും കിട്ടിയാൽ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ Z എന്ന് എഴുതിയത് ഇവിടെ T = എന്ന് എഴുതുക കേട്ടോ. നേരത്തെ നമ്മൾ Z = ഞാൻ എഴുതിയെന്നൊന്നും ഓർമ്മയില്ല. Z വാല്യൂ ആണ് നേരത്തെ കണ്ടുപിടിച്ചത്. സോ ഇവിടെ T വാല്യൂ കണ്ടുപിടിക്കും. നെക്സ്റ്റ് നമ്പർ 6, കമ്പാരിസൺ ആണ്. സെയിം കമ്പാരിസൺ, കമ്പയർ ചെയ്യുക. ടെസ്റ്റ് സ്റ്റാറ്റിറ്റിക്സ് കുറവാണെങ്കിൽ, ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട്. ബാക്കിയൊക്കെ സെയിം തന്നെ. വ്യത്യാസം വരുന്നത് ഇവിടെ T എന്ന് എഴുതണം. ഡിഗ്രി ഓഫ് ഫ്രീഡം മറ്റേതിൽ ഇൻഫിനിറ്റ് ആണ്, ഇവിടെ n-1 ആണ്. മറ്റേതിൻ്റെ ടേബിൾ ഇത്ര ചെറിയൊരു ടേബിളാണ്, ഞാൻ കാണിച്ചു തന്നിട്ടില്ല. ബട്ട് ഇവിടെ അതല്ല, ഒരു ടേബിൾ ഉണ്ട്. സോ ആ ടേബിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാനത് കാണിച്ചു തരാം. ടേബിളില്ല, ഞാൻ ഫോണിൽ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. ടേബിൾ എൻ്റെ കയ്യിലും ഇല്ല. കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. സോ നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ബാക്കി. സോ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങളിവിടെ എഴുതണം. 1200, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾ 150, സ്റ്റാൻഡേർഡ് മീൻ ഓഫ് ദ പോപ്പുലേഷൻ 1300, സാമ്പിൾ സൈസ് ദാറ്റ് ഈസ് n26. ഇത്രയും സംഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ടി ടെസ്റ്റ് ആണ് എഴുതണം. ഇവിടെ സാമ്പിൾ സൈസ് സ്മോൾ ആണ്. സോ യൂസ് ടി ടെസ്റ്റ് എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസ് നിങ്ങൾ എഴുതണം. ടി ടെസ്റ്റ് യൂസ് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ എഴുതണം നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. അടുത്ത സ്റ്റെപ്പ് ടി വാല്യൂ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പാണ്. ടി വാല്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സെയിം ആണ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് എറർ കാണണം. സ്റ്റാൻഡേർഡ് എറർ കാണാൻ ഇവിടെ ഈ ഒരു ഐറ്റം തന്നിട്ടില്ലെങ്കിൽ പോപ്പുലേഷൻ സൈസ് ചെക്ക് ചെയ്യണം. ലാർജ് ആണോ സ്മോൾ ആണോ? ഇവിടെ സ്മോൾ ആണ്. സ്മോൾ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ √n ആണ്. നേരത്തെ പഠിച്ച് ഇവിടെ n-1 വരുന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കോ. വെൻ സാമ്പിൾ സൈസ് is സ്മോൾ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ലെങ്കിൽ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n-1. ഇതേത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ ഇതിലോട്ട് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 150 ആണ്. 150 ഡിവൈഡഡ് ബൈ √26 - 1. സോ ഇത് കിട്ടും. ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 30 എന്ന് കിട്ടും. സോ സ്റ്റാൻഡേർഡ് എറർ കിട്ടി. ഇത് നമുക്കറിയാം 1200 മൈനസ് ദിസ് വൺ 1300 ഡിവൈഡഡ് ബൈ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 30. സോ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് -3.3 കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു n-1 ദാറ്റ് ഈസ് 26 - 1 25. അടുത്ത സ്റ്റെപ്പ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ 5% എടുക്കണം, ദാറ്റ് ഈസ് 0.5. ക്ലിയർ ആണല്ലോ. അടുത്ത സ്റ്റെപ്പ് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. എന്തൊക്കെ വെച്ചിട്ടാണ് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക? ഡിഗ്രി ഓഫ് ഫ്രീഡവും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. സോ ഇവിടെയാണെങ്കിൽ 25.5% വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് കണ്ടുപിടിക്കണം. സോ ഐ വിൽ ഷോ യു ദ ഓക്കെ. സി ഇതാ ഇവിടെ കാണാം. ഈ ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ മുകളിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇങ്ങനെ താഴോട്ടും കാണാം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 20%, 10%, 5%, 2%, 1%, 0.1% എന്നും കാണാം. ക്ലിയർ ഉണ്ടോയെന്നൊന്നും എനിക്കറിയുന്നില്ലേ.
ഓക്കെ. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ഇങ്ങനെ താഴോട്ടേക്കും കാണാം. നമ്മളെ ഡിഗ്രി ഓഫ് ഫ്രീഡം 25 ആണ്. സോ ദിസ് ഇസ് അവർ ഡിഗ്രി ഓഫ് ഫ്രീഡം 25. ഈ 25-ൽ 5%. സോ 5% ഇവിടെ മൂന്നാമത്തെ കോളമാണ്. സോ 25-ൽ 5% എത്രയാ? 2.060 ആണ് ഇവിടെ നമുക്ക് വാല്യൂ കിട്ടുന്നത്. സോ അത് നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതണം. 2.060. ഓക്കെ. സോ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണോ അത്രയും ഇവിടെ ഉണ്ടാവും. സി, സോ ഇത് ഏത് വാല്യൂ ആണെങ്കിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡവും ചെക്ക് ചെയ്യുക. 11 ഇപ്പോൾ നിങ്ങളെ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്കിൽ 11-ന് നേരെ ഏത് പെർസെൻറ്റേജാണ് നോക്കുക, കണ്ടുപിടിക്കുക. ഓക്കെ. സോ അത് ഈസിയാണ് സോൾവ് ചെയ്യാൻ. സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് 2.06 ആണ്. സോ ദിസ് ഈസ് അവർ ടേബിൾ വാല്യൂ, ദിസ് ഈസ് അവർ ടേബിൾ വാല്യൂ, ദിസ് വൺ ഇസ് അവർ ടേബിൾ വാല്യൂ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ. അപ്പോൾ ഇതാണ് കൂടുതൽ. സോ 3.3 അല്ലേ കൂടുതൽ. സോ 3.3 കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത്, a soap manufacturing company was distributing a particular through a number of retail soap before a heavy advent mean sales of per week of shop. After the campaign, the sample of 20 shops were taken and see question ഒരു പ്രാവശ്യം വായിച്ചാട്ടെ. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. ഇവിടെ ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹെവി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നടത്തുന്നതിന് മുന്നേ ഷോപ്പിലെ സെയിൽ 140 ഡസണാണ് ഷോപ്പിൻ്റെ സെയിൽ. ഓക്കെ. ആഫ്റ്റർ ദ ക്യാമ്പയിൻ എ സാമ്പിൾ ഓഫ് 20 ഷോപ്സ് എടുത്തു. 20 ഷോപ്പിൻ്റെത് മാത്രം. ഇത് ഫുള്ളി ആണ് പറയുന്നത്. ഇത് പോപ്പുലേഷൻ്റെ മീനാണ്. സോ സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്നത് 147. സാമ്പിൾ സൈസ് 20, ദാറ്റ് ഈസ് N 20 ആണ്. സോ ടി ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻ തന്നിട്ടുമില്ല. തന്നിട്ടുണ്ട്. സി എന്താ ഇതാ തന്നിരിക്കുന്നത്. ST ഓഫ് ദ സാമ്പിൾ 16. സോ ക്വസ്റ്റ്യൻ വായിച്ച ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ തേടി പിടിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ. പോപ്പുലേഷൻ മീൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് N ഇസ് ഗിവൺ. ഇനി നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ പറയുന്നില്ല, എല്ലാം സെറ്റ് ചെയ്യുക. ഇനി ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടിയിരിക്കുന്നത് 19 ആണ്. ഇവിടെ ഒന്നും പറയുന്നില്ല, 5%. സോ ആ ടേബിൾ എങ്ങനെ നോക്കേണ്ടതെന്ന് മാത്രം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ ടേബിളിൽ ഇവിടെ 19 വരുന്നത്. 19 കറസ്പോണ്ടിങ് ആയിട്ട് 5%-ൽ 2.093 കിട്ടും. 2.093. സോ ഇത് മാത്രം നോക്കുക, ചെക്ക് ചെയ്യുക, നിങ്ങൾ ചെയ്യാം. സോ ഇവിടെ ഈ ഒരു മോഡലിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെന്താക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും സ്റ്റാൻഡേർഡ് എററും ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇക്വേഷനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി 1 tailed ആൻഡ് 2 tailed ടെസ്റ്റ്. ഇനി ഞാൻ ആ 2 tailed ടെസ്റ്റ് 1 tailed ടെസ്റ്റ് പറഞ്ഞിട്ടില്ല. സോ അതിൻ്റെ ഒരു കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പം ഈക്വൽ ആണോ എന്ന് നോക്കുന്നത്. ഇപ്പം നമ്മളിവിടെ കമ്പയർ ചെയ്ത് നമ്മുടെ സാമ്പിൾ മീനും രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ അല്ലേ. അവിടെ നമ്മൾ ഈക്വാലിറ്റിയാണ് ടെസ്റ്റ് ചെയ്തത്. രണ്ടും ഒന്നാണ് അല്ലേ, ഈക്വാലിറ്റി. ദർ ഇസ് നോ ഡിഫറൻസ് അല്ലേ, ഈക്വാലിറ്റി. ഈ സമയത്ത് നമ്മൾ 2 tailed ടെസ്റ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ. ജസ്റ്റ് സിമ്പിൾ വേയിൽ പറയുന്നതെന്ന് മാത്രമേ. ഇതൊക്കെ ഒരുപാട് പറയാനുള്ള കാര്യമാണ്. സോ നമ്മുടെ സമയം നമ്മുടെ ഒരു വെച്ചിട്ട് ഇതാണ് നമ്മുടെ കർവ് എങ്കിൽ 2 tailed ടെസ്റ്റിൽ ഇവിടെയും നമുക്കൊരു ആക്സെപ്റ്റൻസ് റീജിയൻ കിട്ടും, ഇവിടെയും നമുക്കൊരു ആക്സെപ്റ്റൻസ് റീജിയൻ കിട്ടും. ഓക്കെ. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, രണ്ട് ഭാഗത്തും നമുക്ക് ഒരേ നമ്പേഴ്സ് ഉണ്ടല്ലോ. സോ അത് വരുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു മനസ്സിലാക്കുക. സോ ദാറ്റ് ഇസ് 2 tailed ടെസ്റ്റ്, ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മളിവിടെ ഈക്വാലിറ്റി അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളോട് ചിലപ്പം ഏതാണ് മോർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അല്ലേ, ഏതാണ് നല്ലത് ഇതിനേക്കാളും, ഇൻഫീരിയർ, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മളിവിടെ 1 tailed ടെസ്റ്റ് യൂസ് ചെയ്യുക. സോ ആ സമയത്ത് നമ്മൾ ഈ കർവിൽ നമ്മുടെ ഒരു ആക്സെപ്റ്റൻസ് റീജിയൻ ഇങ്ങനെ രണ്ട് സൈഡിലും വരില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആക്സെപ്റ്റൻസ് അല്ലെ റിജക്ഷൻ റീജിയൻ ഒരു സൈഡിലേ കിട്ടുള്ളൂ. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 2 tailed മോർ ദാൻ, ലെസ് ദാൻ, അങ്ങനെ ഇൻഫീരിയർ, അങ്ങനെയൊക്കെ ഏതെങ്കിലും തമ്മിൽ ഈ കമ്പയറൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ 1 tailed യൂസ് ചെയ്യും. ഓക്കെ. 1 tailed ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 tailed ഒരു ഭാഗത്ത് മാത്രമേ നമ്മുടെ ആൻസർ ഉള്ള റീജിയൻ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പം ക്ലിയർ ആവും. നിങ്ങൾ അവിടെ കമൻറ്റ് ചെയ്യടാ മനസ്സിലാവുന്നുണ്ടെങ്കിൽ. സ്റ്റെനോഗ്രാഫർ ക്ലെയിംസ് ദാറ്റ് ഷീ ക്യാൻ ടേക്ക്
ഡിക്റ്റേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് മോർ ദാൻ 120 വേർഡ്സ് പെർ മിനിറ്റ്. സ്റ്റെനോഗ്രാഫർ അറിയാലോ, നമ്മളിങ്ങനെ ചുരുക്കി എഴുതാൻ വേണ്ടി PA പോലെ പോകും. ഓക്കെ, അവർക്ക് ഇങ്ങനെ മോർ ദാൻ 122 വേർഡ്സ് പെർ മിനിറ്റിൽ എഴുതാൻ പറ്റുമെന്ന് പറയുന്നു. ഓഫ് ദ 12 ടെസ്റ്റ് ഗിവൺ ടു ഹർ ഷീ കുഡ് പെർഫോം ഓൺ ആൻ ആവറേജ് 135 വേർഡ്സ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 40. ഈസ് ഹർ ക്ലെയിം വാലിഡ്? ഇവിടെ എങ്ങനെയാ 1 tailed ടെസ്റ്റ് 2 tailed? ഇത് ഇവിടെ മോർ ദാൻ 120 വേർഡ്സ് പെർ മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, മോർ ദാൻ 120. സോ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ 1 tailed ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ 1 tailed ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ 1 tailed ടെസ്റ്റിൽ ഇവിടെ ക്ലെയിം എന്താ? വാട്ട് ഷീ ക്ലെയിം ഇസ് മോർ ദാൻ 120 വേർഡ്സ് പെർ മിനിറ്റ്. സോ ഇവിടുത്തെ ക്ലെയിം ഇതാണ്. സോ മോർ ദാൻ 120 ദിസ് വൺ. ഇനി നമുക്ക് വേറെ എന്തൊക്കെ, ഇവിടെ 12 ടെസ്റ്റ്. സോ തന്നിരിക്കുന്നത് 12 ആണ്. പിന്നെയോ ഷീ കുഡ് പെർഫോം ഓൺ ആൻ ആവറേജ്. സോ ഇത് സാമ്പിൾ 12 ടെസ്റ്റ് കൊടുത്തപ്പം 135 ഈസ് അവർ സാമ്പിൾ മീൻ. പിന്നെ എന്തെങ്കിലും തന്നിട്ടാ വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾ ഇസ് 40. മൊത്തത്തിൽ ഈ സ്റ്റെനോഗ്രാഫറിന് ഇത്ര പറ്റുമെന്ന് പറയുവാണ്. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ്റെ മീന് 120. ഓക്കെ, ഇത് വായിച്ചാൽ മനസ്സിലാവേണ്ടതാണ്. ഇതാണ് പോപ്പുലേഷൻ്റെ മീനെന്ന്. ഇത് ആവറേജ്, ഇത് സാമ്പിളാണ്. ബിക്കോസ് 12 ടെസ്റ്റ് നടത്തി. ഇത് അവളുടെ എക്സ്പീരിയൻസിൽ അവൾ ഇങ്ങനെയാണ്. സോ ദിസ് ഇസ് ദ പോപ്പുലേഷൻ മീൻ. ഇനി ഒന്നും കിട്ടാത്തവർക്ക് ഇത് മൂന്നും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സോ ബാക്കി വരുന്നത് ഇതായിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. ബട്ട് ഞാൻ എളുപ്പത്തിന് പറയുന്നതെന്ന് മാത്രം. ഇവിടെ തന്നിരിക്കുന്നതിൽ ഇത് മൂന്നും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചില സ്റ്റുഡൻസിന് ഈ സാധനമാണ് പ്രശ്നം. സോ ഈ സാധനം ഇതെടുത്തിട്ടുണ്ട്. ഇത് ആവറേജ് ഇവിടെ തന്നിരിക്കുന്നത്. എനിവേ, സോ ബാക്കി നോക്കാം. സോ ഇതിലും നമ്മൾ ആദ്യം നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. നൾ ഹൈപ്പോത്തിസിസ് ആസ് യൂഷ്വൽ നമ്മൾ ഇങ്ങനെ തന്നെ എന്താ പറയുക, മീനും അതും സെയിം ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യും. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് മീൻസ് മോർ ദാൻ 120 ആണ് എന്നുള്ളതിലും സെറ്റ് ചെയ്യും. ഓക്കെ, അവിടെ ശ്രദ്ധിക്കണേ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഓക്കെ ആവും. ആദ്യം നമ്മൾ ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. T ഒന്നും ഇനി ഞാൻ പറയൂല. ടീൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം 12 ആണ്. T ടെസ്റ്റ് ആണെന്നൊന്നും പറയേണ്ടല്ലോ, സ്മോൾ ആണ്. സോ T 12 - 1 11. സോ 11ൽ 1% നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് ടേബിൾ വാല്യൂയും കിട്ടും. ഓക്കെ, പിന്നെ നമുക്കിത് ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 2.718 കിട്ടും. സോ നമ്മൾ നോക്കുക, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. സോ ടേബിൾ വാല്യൂ കുറവാണ്, ഇത് കൂടുതലാണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് കുറവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നൾ ഹൈപ്പോത്തിസിസ് ശരിക്കും ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മൾ 120 എന്നാണ് സെറ്റ് ചെയ്ത്. അതായത് അവൾക്ക് 120 വേർഡ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളിവിടെ നൾ ഹൈപ്പോത്തിസിസിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ് മോർ ദാൻ 120 എന്നുള്ള കണ്ടീഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. സോ അവളുടെ ക്ലെയിം മോർ ദാൻ 120. അവളുടെ ക്ലെയിം ശരിയാവണമെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ആവണം. പകരം ഏത് ആയിരിക്കണം ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. സോ ഇവിടെ നമ്മൾ ചെയ്ത പ്രകാരം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ത്? നൾ ഹൈപ്പോത്തിസിസ്. അതായത് ഇവൾക്ക് 120 വേർഡ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ക്ലെയിമാണ് ഇവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത്, ഈ സ്റ്റെനോഗ്രാഫർ പറഞ്ഞത് തെറ്റാണ്. ഓക്കെ, ഒരു തവണ കൂടെ പറഞ്ഞുതരാം. ഞാനിവിടെ ചെയ്ത് കാണിക്കാം. മനസ്സിലാവാത്തവരാണെങ്കിൽ എൻ്റെ കൂടെ നോക്കുക, അല്ലാത്തവരാണെങ്കിൽ നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യുക. എവിടെയെങ്കിലും ഉണ്ടാവും അടുത്ത പ്രോബ്ലം, നിങ്ങൾ തപ്പിയെടുക്കണേ. ഓക്കെ, ശ്രദ്ധിച്ചോളെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റെനോഗ്രാഫറിന് മോർ ദാൻ 120 വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അവൾ ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ അവൾക്കൊരു 12 ടെസ്റ്റ് സാമ്പിളായിട്ട് കൊടുത്തു. അതിൽ അവൾ 135 വേർഡ്സ് ആൻ ആവറേജ് പെർഫോം ചെയ്തു. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 40 ആണ്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഞാനിവിടെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ്, ഇതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക ഓൺ ദ ബേസിസ് ഓഫ് ടേബിൾ വാല്യൂ, കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പം ഇവിടെ നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്, ഓക്കെ, ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാം. ദർ ഈസ് the
mean of the sample, population is 120. ഇവിടെ മീൻ ഓഫ് ദ പോപ്പുലേഷൻ നമ്മൾ 120 ആണെന്നാണ് നൾ ഹൈപ്പോത്തസിസിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുക? ദ മീൻ ഓഫ് ദ പോപ്പുലേഷൻ ഇസ് മോർ ദാൻ 120 എന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഈക്വാലിറ്റി ചെക്ക് ചെയ്യണം. ഈസ് ഈക്വൽ ടു 120 എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഈ മോർ ദാൻ ലെസ് ദാൻ എന്നൊക്കെയുള്ള ക്ലോസ് വെക്കേണ്ടത്. സോ ഇത് നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ നൾ ഹൈപ്പോത്തസിസിൽ എന്ത് സെറ്റ് ചെയ്യാൻ പാടില്ല? ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ എന്നൊന്നും പറയുന്ന സംഭവം സെറ്റ് ചെയ്യരുത്. അത് സെറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇവിടെ എപ്പോഴും ഈക്വാലിറ്റി വേണം നൾ ഹൈപ്പോത്തസിസിൽ ചെക്ക് ചെയ്യാൻ. ബാക്കി നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കിട്ടിയിരിക്കുന്ന ടീൻ്റെ വാല്യൂ 1.24 ആണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന ടേബിൾ വാല്യൂ 2.718 ആണ്. സോ ഇതാണ് കുറവ്. അപ്പോൾ നമ്മൾ എന്ത് ആക്സെപ്റ്റ് ചെയ്യും? നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. നൾ ഹൈപ്പോത്തസിസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർക്ക് 120 വേർഡ്സ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് വാട്ട് ഷീ ക്ലെയിംഡ് മോർ ദാൻ 120 വേർഡ്സ്. അപ്പോൾ അവളുടെ ക്ലെയിം തെറ്റാണ്. സോ അതാണ് ഇവരിവിടെ എഴുതിയിരിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കുക. സെറ്റ് ചെയ്യുമ്പോൾ മോർ ദാൻ വൺ ടൈൽഡ് ടെസ്റ്റ് വരുമ്പോൾ മോർ ദാൻ ലെസ് ദാൻ അല്ലെങ്കിൽ അതാ ബെറ്റർ, എന്താണ് ഇൻക്രീസിങ്, എന്താ ഡിക്രീസിങ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുമ്പോൾ നൾ ഹൈപ്പോത്തസിസിൽ ഈക്വാലിറ്റി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലാണ് ക്വസ്റ്റ്യനിൽ തന്ന മോർ ദാൻ ലെസ് ദാൻ ഒക്കെ എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യന് A factory was producing electric bulb of average length. ഓക്കെ, ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആവറേജ് ലെങ്ത് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇത് എന്തായിരിക്കും? പോപ്പുലേഷൻ്റെ മീൻ ആയിരിക്കും. A manufacturing process was introduced with the hope of increasing the length of the life of the bulb. ബൾബിൻ്റെ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ, കൂട്ടാൻ. സോ മോർ ദാൻ ഇൻക്രീസിങ്. എ സാമ്പിൾ ഓഫ് 20 ബൾബ്. അപ്പോൾ n തന്നിട്ടുണ്ട് 25. പ്രൊഡ്യൂസ്ഡ് അതിൻ്റെ ആവറേജ് ലെങ്ത്. സോ ദിസ് വൺ ഇസ് ഗിവൺ 2200. ഇതൊക്കെ നിങ്ങളൊരു ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ എഴുതി വെക്കേണ്ട കാര്യമാണ്. ഇൻക്രീസിങ്. സോ എക്സാമിൻ വെദർ ദ ആവറേജ് ലെങ്ത് ഓഫ് ദ ബൾബ് ഇൻക്രീസിങ് ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. സോ ഇൻക്രീസിങ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ തന്നിട്ടുണ്ട് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മുടെ സാമ്പിൾ സൈസ് 25 ആണ്. സോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടി ടെസ്റ്റ് ആണ്. ബട്ട് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ടെസ്റ്റ് യൂസ് ചെയ്യണം? സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് എന്താണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇതെടുക്കുക, പോപ്പുലേഷൻ്റെ മീൻ. സോ പോപ്പുലേഷൻ്റെ മീന് ഈസ് ഈക്വൽ ടു 2000 എന്ന് വെച്ചിട്ട് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ദ പോപ്പുലേഷൻ മീൻ ഇസ് 2000. ഇനി നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ എന്ത് സെറ്റ് ചെയ്യണം? ഇൻക്രീസിങ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഗ്രേറ്റർ ദാൻ 2000. സോ പോപ്പുലേഷൻ മീൻ ഇസ് ഗ്രേറ്റർ ദാൻ 2000 എന്ന് വെച്ചിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസിൽ ഈക്വാലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈസ് ഈക്വൽ ടു 2000 വെച്ചിട്ട് വേണം ചെയ്യാൻ. സോ ഇവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. സോ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുക. സെറ്റ് ടെസ്റ്റ് ഞാൻ ഓൾറെഡി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുക. സെറ്റ് ടെസ്റ്റിൻ്റെ വാല്യൂ ഇത് കിട്ടും. ഇവിടെ 2 ടൈൽഡ് ടെസ്റ്റ് അല്ല, 1 ടൈൽഡ് ടെസ്റ്റ് ആണ്. സോ 1 ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ എഴുതണേ, ഇൻക്രീസിങ് ആയതുകൊണ്ട് 1 ടൈൽഡ് ടെസ്റ്റ്. 1 ടൈൽഡ് ടെസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ടെസ്റ്റിൻ്റെ ടേബിളാണിത്. സെറ്റ് ടെസ്റ്റിൻ്റെ ഏത് ഉപയോഗിക്കണം? 1 ടൈൽഡിൻ്റെ ഉപയോഗിക്കണം. സോ ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5% ആണ്. സോ 1 ടൈൽഡ് ടെസ്റ്റിൻ്റെ വാല്യൂ എത്ര വരും? 1.645. സോ ഇവിടെ 1.645 ഇടുക, കമ്പയർ ചെയ്യുക, ആക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ നോക്കുക, ചെയ്യുക. സോ ഈസിയാണെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾ ചെയ്യണം. സോ ഇത്രയല്ലേ വരുള്ളൂ. ഇനിയും ബാക്കി നിങ്ങൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. പിന്നെ ഇനി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് റിഗ്രഷൻ്റെ ബാക്കി പാർട്ടാണ്. അതിനുശേഷം കൈ സ്ക്വയർ ടെസ്റ്റും ഇതും കൂടെ ഞാൻ കവർ ചെയ്ത് തരും. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഐ ആം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. സോ ഇതും ചെക്ക് ചെയ്യാം. സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.